ഏഴാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 1 plus I the whole raised to n plus 1 minus I the whole raised to n is a positive integer. ഞാൻ തൊട്ട് മുമ്പത്തെ കണക്കിൽ പറഞ്ഞു ഒരു കോംപ്ലക്സ് നമ്പറിന്റെ nth പവറിൽ ഒരു പോസിറ്റീവ് ഇന്റിജർ വന്നു കഴിഞ്ഞാൽ അത്തരം കണക്കുകൾ എനിക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഡിമൂവിയസ് തിയറം യൂസ് ചെയ്ത് ചെയ്യും. പക്ഷെ ഡിമൂവിയസ് തിയറം എന്താണ് പറയുന്നത്, ഞാൻ ഒന്നുകൂടെ എഴുതാം. ഡിമൂവിയസ് തിയറം പറയുന്നത് cos theta plus I sin theta the whole raised to n എന്ന ഫോമിൽ വന്നതാണെങ്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ എഴുതി. ഇതാണ് ഡിമൂവിയസ് തിയറം പറയുന്നത്. പക്ഷെ തന്നിരിക്കുന്നത് രണ്ടും a plus ib ഫോമല്ലേ. അപ്പം ഞാൻ വളരെ തന്ത്രപരമായിട്ട് എന്ത് ചെയ്യും, ഈ തന്നിരിക്കുന്ന രണ്ട് ആൾക്കാരെയും എന്ത് ടേംസിലോട്ട് മാറ്റും, ശ്രദ്ധിച്ചു കേട്ടോ, പോളാർ ഫോമിലോട്ട് മാറ്റും. ഓക്കെയാണ്. അപ്പോൾ സാർ ആദ്യത്തെ ആൾ 1 plus i സെലക്ട് ചെയ്യും. എനിക്കൊരു മുമ്പത്തെ ക്വസ്റ്റ്യനിൽ 1 plus i തന്നെയാണ് തോന്നുന്നല്ലേ. യെസ്, ഈ 1 plus i യുടെ പോളാർ ഫോം നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചില്ലായിരുന്നു. √2 ഇൻറ്റു അല്ലേ, ഇവിടുത്തെ r എന്ന് കിട്ടി. പോളാർ ഫോം എന്തായിരുന്നു, r ഇൻറ്റു cos theta പ്ലസ് i sin theta എന്നായിരുന്നു. r എന്ന് പറഞ്ഞാൽ മോഡുലസ് ആണ്, √2 കിട്ടി. തീറ്റ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആണ്, 5/4 കിട്ടി. അപ്പോൾ ഈ 1 plus i നമുക്ക് എങ്ങനെ എഴുതായിരുന്നു, √2 ഇൻറ്റു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ നന്നായിട്ട് കാണുക. √2 ഇൻറ്റു cos 5/4 പ്ലസ് i sin 5/4 എന്നെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ 1 plus i the whole raised to 10 കണ്ടുപിടിക്കാൻ അല്ലെ n കണ്ടുപിടിക്കാൻ √2 ഇൻറ്റു cos 5/4 പ്ലസ് i sin 5/4 the whole raised to n ആണ്. the whole raised to n ആണ്. ഇതിൽ നിന്നും √2 the whole raised to n വരും. cos ഇവിടെ നമുക്ക് ഡിമൂവിയസ് തിയറം യൂസ് ചെയ്താൽ n π/4 പ്ലസ് i sin n π/4 എന്ന് കിട്ടും. ഇതിവിടെ കിടന്നോട്ടെ. ഇനി സാർ അടുത്ത കോംപ്ലക്ഷൻ പറയുക 1 മൈനസ് ഐ ആണ്. ഈ 1 മൈനസ് ഐയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഇതിന്റെ പോളാർ ഫോം എന്ത് വരും, ഇവിടെ r ഇൻറ്റു cos തീറ്റ പ്ലസ് i sin തീറ്റ. ഈ r എപ്പോഴും എന്താ ചെയ്യുന്നത്, റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ √2 കിട്ടി. തീറ്റ കണ്ടുപിടിക്കുക. തീറ്റ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞ മെത്തേഡ് എന്തായിരുന്നു, ആദ്യം ആൽഫ കണ്ടുപിടിക്കണം, ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡുലസ് ഓഫ് b/a അല്ലെങ്കിൽ ഇമാജിനറി പാർട്ട് ബൈ റിയൽ പാർട്ട്. എന്നിട്ട് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ ഒരു പോയിന്റ് ആക്കണം, അതിൽ നിന്നും സിമ്പിൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് പോസിറ്റീവും ഇമാജിനറി പാർട്ട് നെഗറ്റീവും വരുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായത് ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ആൽഫ എന്ന് വരത്തില്ലേ. അപ്പോൾ അതിനൊരു ഷോർട്ട് കട്ട് സാർ പറഞ്ഞവരുടെ ഇങ്ങനെ ഓർമ്മിച്ചു. നമുക്കൊരു കോംപ്ലക്സ് നമ്പർ Z അറിയാമെങ്കിൽ ഈ ഇസഡിന്റെ ആർഗ്യുമെന്റ് അറിയാമെങ്കിൽ ഇസഡ് ബാറിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് ആയിരിക്കും. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് അറിയാമെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റിന്റെ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ അയാളുടെ ഫ്രണ്ടിൽ ഒരു മൈനസ് ആയി കൊടുത്താൽ മതി. നമുക്ക് 1 plus ഐയുടെ ആർഗ്യുമെന്റ് 5/4 എന്ന് മുമ്പത്തെ കണക്ക് ഓൾറെഡി എനിക്ക് കിട്ടിയില്ലേ. ഈ 1 മൈനസ് ഐയും 1 plus ഐയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ഒബ്വിയസ്ലി ഇയാളുടെ കോൺജുഗേറ്റ് അല്ലേ. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അയാളുടെ കോൺജുഗേറ്റിന്റെ എഴുതാൻ ഒരു പാടുമില്ല, മൈനസ് ഓഫ് ദാറ്റ് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ടെക്നിക്ക് യൂസ് ചെയ്താലും കറക്റ്റാണ്, ഇത് എളുപ്പത്തിൽ തന്നെ എഴുതാൻ പറ്റും. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് അറിയാമെങ്കിൽ അയാളുടെ കോൺജുഗേറ്റിന്റെ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ ഫ്രണ്ടിൽ ഒരു മൈനസ് സൈൻ കൊടുക്കുക. അപ്പോൾ ഇതെന്തായിട്ട് മാറില്ല, 1 മൈനസ് ഐ ദ ഹോൾ റൈസ് ടു n എന്ന് പറയുന്നത് √2 ഇൻറ്റു cos ഓഫ് മൈനസ് 5/4 പ്ലസ് i സൈൻ ഓഫ് മൈനസ് 5/4 ദ ഹോൾ റൈസ് ടു n എന്ന് വന്നില്ല. ഇത് √2 ദ ഹോൾ റൈസ് ടു n നെ വെളിയിൽ എടുത്താൽ cos ഓഫ് മൈനസ് തീറ്റ cos തീറ്റ തന്നെ കേട്ടോ. അപ്പോൾ ഈ മൈനസ് ആയി ന്യൂട്രലായി പോയി n π/4 കിട്ടി. ഇതിന്റെ കാരണം എന്താ, cos ഓഫ് മൈനസ് തീറ്റ cos തീറ്റ തന്നെയാണ്. ഇനി ഇവിടെ ഒരു മൈനസ് വരും, കാരണം സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഇല്ലേ, മൈനസ് ഓഫ് i sin n π/4. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇതിനകത്ത് പേര് തിയറം ഡിമൂവിയസ് തിയറം. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇത്
pi by 4 plus I sin n pi by 4 plus root 2 the whole raised to n cos of n pi by 4 minus I sin n pi by 4 എന്ന് വളരെ ഈസി ആയിട്ട് ഈ രണ്ട് ടേമിൽ നിന്നും ഒരു റൂട്ട് ടു ദ ഹോൾ റേഷ്യോ n കോമൺ എടുക്കുകയാണെങ്കിൽ ഇത് cos ഓഫ് n pi by 4 പ്ലസ് I sin n pi by 4 plus cos of n pi by 4 minus I sin n pi by 4 എന്ന് കിട്ടില്ല. ഈ രണ്ട് ടേംസും കട്ടായി പോയതായിട്ട് ഫീൽ ചെയ്യുന്നു. ബാക്കി എത്ര ആൻസർ റൂട്ട് ടു ദ ഹോൾ റേസ് ടു n ഇൻറ്റു 2 ടൈംസ് cos n pi by 4 എന്ന് കിട്ടി. നമ്മുടെ ആൻസർ കറക്റ്റ് ആക്കാൻ വേണ്ടി റൂട്ട് ടു ദ ഹോൾ റേസ് ടു 2നെ എനിക്ക് റൂട്ട് ടു ദ ഹോൾ സ്ക്വയർ എന്ന് ഈ ഓപ്ഷൻ മാച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ 2നെ ഞാൻ റൂട്ട് ടു ദ ഹോൾ റേസ് ടു സ്ക്വയർ. ഇത് എ റേസ് ടു n ഇൻറ്റു എ റേസ് ടു n എന്നേടാ ഇത് എ റേസ് ടു n പ്ലസ് n ഇൻറ്റു കോസ് n ബൈ 4 മാച്ച് ചെയ്യും. നിങ്ങളുടെ ഓപ്ഷൻ 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 സി ആണ്. ഓപ്ഷൻ സി എനിക്കൊന്ന് ആദ്യമായിട്ടാണ് സി ഒരു ആൻസർ കറക്റ്റ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14 ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്പർ 14 ഈ പറഞ്ഞ ഡിമൂവിയസ് തിയറം യൂസ് ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതൊന്ന് സ്വന്തമായിട്ട് ചെയ്യുക. സാർ ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. അതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 3 A+IB ഫോമിലാണ് ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ. ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ ഒരുപാട് പറഞ്ഞില്ലേ. ആദ്യം എന്ത് ചെയ്യണം? ടാൻ ആൽഫ കണ്ടുപിടിക്കുന്നു അല്ലേ. ടാൻ ആൽഫ ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡുലസ് ഓഫ് ബി ബൈ എ കണ്ടുപിടിക്കുന്നു. ആ കോംപ്ലക്സ് നമ്പറിനെ പോയിന്റ് ആക്കുന്നു, ചിഹ്നങ്ങൾ ചെക്ക് ചെയ്യുന്നു, അതിനനുസരിച്ച്. അപ്പോൾ ഇത്രയും ബാക്കി കോംപ്ലക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ ചോദ്യങ്ങളുടെ ആൻസർ ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം പറഞ്ഞുതരാം. ഓക്കെയാണോ? ഇനി നമുക്ക് നേരെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഈ സെക്ഷൻ്റെ അടുത്ത ഭാഗത്തിലോട്ടും അതിനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻസ് ആണ് പറഞ്ഞു തന്നിട്ട് പെട്ടെന്ന്. അപ്പോൾ എന്തായിരുന്നു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ any equation of the form ax square plus bx square plus c is equal to 0. ax square plus bx square plus c is equal to 0 ഫോമിലുള്ള ഏതൊരു ഇക്വേഷനെ എനിക്ക് എന്ത് വിളിക്കാം? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കാം. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് അറ്റ്മോസ്റ്റ് 2 റൂട്ട്സ് ആയിരിക്കും. കാരണം ഡിഗ്രി 2 ആയിട്ട് അറ്റ്മോസ്റ്റ് 2 റൂട്ട്സ് ആയിരിക്കും. ഈ റൂട്ടുകളെ സംബന്ധിക്കുന്ന കണ്ടീഷന് അല്ലെങ്കിൽ നേച്ചർ ഓഫ് റൂട്ട്സുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് നോട്ടുകൾ നിങ്ങൾ കൊച്ചു ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. അതായത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ x is equal to minus b plus or minus root of b square minus 4ac the whole divided by 2a ക്വാഡ്രാറ്റിക് ഫോർമുല അല്ലെങ്കിൽ ശ്രീധരാചാര്യ ഫോർമുല പഠിക്കുന്നില്ല. ഇതിൽ ഈ b square minus 4ac വിളിച്ച പേര് ഡിസ്ക്രിമിനന്റ് അഥവാ d എന്നല്ലേ. ഈ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ 2 ഈക്വൽ റിയൽ റൂട്ട്സ് കിട്ടുമെന്ന് ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് എന്ന് കിട്ടും. ഇതിന്റെ രണ്ട് കണ്ടീഷൻസ് വേറെയുണ്ട്. ഈ കിട്ടുന്ന ഗ്രേറ്റർ ദാൻ 0 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് കിട്ടുക 2 ഡിസ്റ്റിങ്ക്റ്റ് റാഷണൽ റൂട്ട്സ് ആയിരിക്കും കിട്ടുക. ഇനി ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല കിട്ടുന്നതെങ്കിൽ, അതായത് ബി ഗ്രേറ്റർ ദാൻ 0 ഇല്ലേ, പോസിറ്റീവ് ആണ് പക്ഷെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല എങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് ഇറാഷണൽ റൂട്ട്സ് ആണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. അത് കൂടാതെ ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇമാജിനറി അഥവാ കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് കിട്ടുമെന്നും ആൾക്കാർ ഇതിനോടൊപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചിട്ടുണ്ട്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫ് എപ്പോഴും പരാബോളിക് ഷേപ്പാണെന്ന് ആൾക്കാർക്കറിയാം. പരാബോളിക് ഷേപ്പാണെന്ന് ആൾക്കാർക്കറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ അത്യാവശ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെയാണോ? ഇവിടെ 17ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക. The root of the equation 4 raised to x minus 3 into
raised to x plus 3 plus 128 is equal to 0. ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കും. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ 2 square the whole raised to x 4 ഞാൻ എന്ത് ചെയ്തു 2 square the whole raised to x എന്ന് എഴുതി മൈനസ് 3 into ഇത് 2 raised to x into 2 raised to 3 ആയി ഇത് 128 is equal to 0. raised to അല്ലേ a raised to n plus എന്ന് പറഞ്ഞാൽ a raised to n. അപ്പോൾ ആൾക്കാർക്കറിയാം a raised to n the whole raised to n എന്ന് പറയുന്നതിനെ a raised to n the whole raised to n എന്ന് എഴുതാം. ഇത് രണ്ടിന്റെ ആൻസർ a raised to n എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 raised to 2 the whole raised to x നെ 2 raised to x the whole square എന്ന് എഴുതിയാൽ ആൻസർ കറക്റ്റ്. മൈനസ് 24 24 into 2 raised to x plus 128 is equal to 0. ഇനി ഇതിൽ നിന്ന് ഞാൻ ആ 2 raised to x നെ ഒരു ക്യാപിറ്റൽ x എന്ന് വിളിക്കുക. അപ്പോൾ ഇത് ഏത് ഫോമിലോട്ട് മാറി x സ്ക്വയർ മൈനസ് 24x പ്ലസ് 128 is equal to 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് ഇതിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ ഫാക്ടറൈസേഷൻ ഒരു ടെക്നിക്ക് പഠിച്ചാൽ ഇത് ടെക്നിക്ക് പഠിക്കേണ്ട ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക കൂട്ടുമ്പോൾ -24 ഗുണിക്കുമ്പോൾ 128 ആൻസർ വരുന്ന രണ്ട് നമ്പേഴ്സ് ആലോചിക്കുക. സമ്മ -24 പ്രോഡക്റ്റ് 128 കിട്ടുന്നു. 16 8 ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ -16 -8 ആണ്. -16 പ്ലസ് -8 എത്ര -24 -16 ഇൻറ്റു -8 എത്ര 128 കിട്ടി. അപ്പോൾ ഇതിനെ എങ്ങനെ ഫാക്ടർ ഇതാക്കാം x -16 ഇൻറ്റു x -8 is equal to 0, which means x is equal to 16 and x is equal to 8. x ന് 16 x ന് 8 കിട്ടുമ്പോഴാണ് നമ്മുടെ x ന്റെ വാല്യൂ 16 എന്നും 8 എന്നും കിട്ടി. പക്ഷെ എന്നോട് ഇവിടെ സോൾവ് ചെയ്യാൻ പറഞ്ഞത് ഇവിടെ സോൾവ് ചെയ്യാൻ നമുക്ക് ഇവിടുത്തെ സ്മോൾ എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതാണ് ക്യാപിറ്റൽ എക്സ്. അപ്പോൾ സ്മോൾ എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നോക്കിക്കൂ. 2 raised to x എന്ന് പറഞ്ഞാലേ 16 കിട്ടിയതല്ലേ -8 കിട്ടിയതല്ലേ റൈറ്റ്. 2 raised to x എന്നല്ലേ പറഞ്ഞത്. 2 raised to x നെ ഒരു പവറിലേക്ക് 16 ആണ്. അപ്പോൾ ഈ 16 നമുക്ക് 2 raised to 4 എന്ന് എഴുതിയാൽ എക്സിന്റെ ഒരു വാല്യൂ 4 ആണ്. അതേപോലെ 2 raised to x 8 ആവാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 raised to x is equal to 8നെ 2ന്റെ ക്യൂബ് എന്ന് എഴുതിയാൽ എക്സിന്റെ വാല്യൂ 3 എന്ന് കിട്ടിയില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 3 and 4. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങളുടെ 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 18ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ 2 into modulus of x the whole square minus 5 into modulus of x plus 2 is equal to 0. അല്ലേ, ഇത് മോഡുലസ് ഓഫ് എക്സിന് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ സാധാ ഫാക്ടറൈസ് ചെയ്യുന്ന പോലെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? സം എന്ന് പറയുന്നത് -5ഉം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 4ഉം ആകുന്ന രണ്ട് നമ്പേഴ്സ് ആക്കി ഇതിനെ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം. കൂട്ടുമ്പോൾ -5 ഗുണിക്കുമ്പോൾ 4 കിട്ടുന്ന നമ്പേഴ്സ് -4ഉം -1ഉം ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ 2 into modulus of x the whole square minus 4 modulus of x minus 1 modulus of x plus 2 is equal to 0. ഇതിനാണ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ ഫാക്ടർ ഇതാണ്. ഈ രണ്ട് ടേമിൽ നിന്നും ഒരു 2 mod x കോമൺ എടുത്താൽ ബാക്കി എത്ര കിട്ടൂടാ? ഒരു mod x -2 എന്ന് കിട്ടും. ഇതിൽ നിന്നും ഒരു -1 കോമൺ എടുത്താൽ അത് mod x -2 എന്ന് കിട്ടും, ഈക്വൽ ടു 0. ഇനി ഈ രണ്ട് എക്സ്പ്രഷനിൽ നിന്നും പ്രിയപ്പെട്ടവരെ നിങ്ങൾ മോഡുലസ് ഓഫ് x -2 ഇതിൽ കോമൺ എടുക്കുകയാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് 2 into മോഡുലസ് ഓഫ് x -1 ഈക്വൽ ടു 0 കിട്ടുന്നില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നുകിൽ ആദ്യത്തെ ആൾ 0 ആയിരിക്കും, അല്ലെങ്കിലോ രണ്ടാമത്തെ ആള് 0 ആയിരിക്കും. ഇതിൽ നിന്ന് mod x is equal to 2 എന്നും ഇതിൽ നിന്ന്
എക്സിൻ്റെ വാല്യൂസ് അറിയേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 അല്ലേ? കാരണം പ്ലസ് 2ൻ്റെയും മോഡുലസ് 2 ആണ്, മൈനസ് 2ൻ്റെയും മോഡുലസ് 2 അല്ലേ? അപ്പോൾ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 ആയിരിക്കും. അതേപോലെ മോഡുലസ് ഓഫ് എക്സ് 1/2 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/2. കാരണം പ്ലസ് 1/2ൻ്റെ മോഡുലസ് 1/2 ആണ്, മൈനസ് 1/2ൻ്റെ മോഡുലസ് 1/2. എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? 2, -2, 1/2, -1/2. എത്ര? 4 സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നിങ്ങളുടെ ആൻസർ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യും. എന്താ പറയുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് എക്സെട്രാ ടു ഇൻഫിനിറ്റി. നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചപ്പോൾ ഞാൻ ഇത്തരം ഒരു ക്വസ്റ്റിനെ കുറിച്ച് ഇതിൻ്റെ ഷോർട്ട് കട്ട് കൊടുക്കുന്നത് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എക്സെട്രാ ടു ഇൻഫിനിറ്റിയുടെ ഡെറിവേറ്റീവ് വിളിക്കും. ഓർമ്മയുണ്ടോ? എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 2y മൈനസ് 1 എന്നൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശരി, ഇവിടെ ശ്രദ്ധിക്കുക. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വില വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുക? എക്സ് ഇസ് ഈക്വൽ ഇൻഫിനിറ്റി അല്ലേ? ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരാളെ മാറ്റിയാൽ വീണ്ടും ആ ഇൻഫിനിറ്റി അതേപോലെ ഇരിക്കത്തില്ലേ? അപ്പോൾ ഇയാളെ ഞാൻ മാറ്റിയാൽ വീണ്ടും ഇതിലെന്തായി? എക്സ് എന്നായി. ഞാൻ അന്ന് ഡിസ്കസ് ചെയ്തത് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 പ്ലസ് 6. രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 പ്ലസ് 6 എന്നാവുകയും എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഇസ് ഈക്വൽ ടു 0 എന്നാവുകയും ചെയ്യും. ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഈക്വേഷനെ സോൾവ് ചെയ്യും. ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഈക്വേഷനെ സോൾവ് ചെയ്യും. കൂട്ടുമ്പോൾ -1 കിട്ടണം, ഗുണിക്കുമ്പോൾ -6 കിട്ടണം. അപ്പം ആൻസർ -3 2 ആണെന്ന് എല്ലാവർക്കും പഠിക്കുന്ന മനസ്സിലായി. -3 2. അപ്പോൾ ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എക്സ് സ്ക്വയറിൽ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. റൈറ്റ്? ഇതിനകത്ത് എക്സ് ഇസ് ഈക്വൽ ടു 3 കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു -2 കിട്ടി. അപ്പം ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്.